ദ ടൗൺ മൗസ് ആൻഡ് ദ കൺട്രി മൗസ്. നഗരത്തിലെ എലിയും ഗ്രാമത്തിലെ എലിയും. എ ടൗൺ മൗസ്, നഗരത്തിലെ എലി, ആൻഡ് എ കൺട്രി മൗസ് വേർ ഫ്രണ്ട്സ്. ഗ്രാമത്തിലെ എലിയും സുഹൃത്തുക്കളായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ദ കൺട്രി മൗസ്, ഗ്രാമത്തിലെ എലി ഇൻവൈറ്റഡ് ഹിസ് ഫ്രണ്ട് അവൻ്റെ സുഹൃത്തിനെ ക്ഷണിച്ചു. ടു വിസിറ്റ്, സന്ദർശിക്കാൻ, അവനെ സന്ദർശിക്കാൻ. ഇൻ ദ കൺട്രി സൈഡ്, ഗ്രാമപ്രദേശത്തിൽ അവനെ സന്ദർശിക്കാൻ ക്ഷണിച്ചു. ദ ടൗൺ മൗസ്, നഗരത്തിലെ എലി, കമ്മിൻ്റെ പോസ്റ്റാണ് വന്നു. ആൻഡ് ദേ സാറ്റ് ഡൗൺ, അവർ ഇരുന്നു. ടു ഈറ്റ് എ മീൽ, അവർ ഒരു ഭക്ഷണം കഴിക്കാനിരുന്നു. ബാർലി ആൻഡ് റൂട്ട്സ്, ബാർലിയുടെയും വേരുകളുടെയും അടങ്ങിയ ഒരു ഭക്ഷണം കഴിക്കാൻ അവർ ഇരുന്നു. ദ റൂട്ട്സ്, വേരുകളുള്ള ഭക്ഷണം. ടേസ്റ്റഡ് എ ലിറ്റിൽ ലൈക്ക് സോയിൽ, അതിനൊരു മണ്ണിൻ്റെ രുചി ഉണ്ടായിരുന്നു. വേരുകളുള്ള ഭക്ഷണത്തിന് സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ രുചി ഉണ്ടായിരുന്നു. എന്നാൽ ദ ടൗൺ മൗസ് ഡിഡ് നോട്ട് എൻജോയ് ദ ഫുഡ് വെരി മച്ച്. എന്നാൽ നഗരത്തിലെ എലിക്കത് ഭക്ഷണം അത്ര രുചികരമായി തോന്നിയില്ല, ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ആഫ്റ്റർ എ വൈൽ, അല്പസമയത്തിന് ശേഷം, ഹി സെഡ്, അവൻ പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തെ, യു ലിവ് എ വെരി സിമ്പിൾ ലൈഫ് ഹിയർ. നീ ഇവിടെ വളരെ ലളിതമായ ജീവിതം ജീവിക്കുന്നു. യു ഷുഡ് സീ, നീ കാണണം ഹൗ ഐ ലിവ് ഇൻ ടൗൺ, പട്ടണത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നീ കാണണം. മൈ പാൻട്രി, എൻ്റെ ഭക്ഷണ സൂക്ഷിക്കുന്ന സ്ഥലം, ഭക്ഷണ സംഭരണശാല, ഈസ് ഓൾവേസ്, എപ്പോഴും, ഫുൾ ഓഫ് ഡെലീഷ്യസ് ഫുഡ്, എപ്പോഴും രുചികരമായ ഭക്ഷണം കൊണ്ട് നിറഞ്ഞതാണ്. കം ആൻഡ് സ്റ്റേ വിത്ത് മീ, എൻ്റെ കൂടെ വന്ന് താമസിക്കൂ. ഐ പ്രോമിസ് യു, ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു, യു വിൽ എൻജോയ് ദ ബെസ്റ്റ് ഫുഡ്, നീ നല്ല അടിപൊളി ഭക്ഷണം ആസ്വദിക്കും. ആൻഡ് എ മച്ച് മോർ കംഫർട്ടബിൾ ലൈഫ്, അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളായിട്ടുള്ള നല്ല അടിപൊളി ജീവിതവും നീ ആസ്വദിക്കും. വെൻ ദ ടൗൺ മൗസ് റിട്ടേൺ ടു ദ സിറ്റി, നഗരത്തിലെ എലി നഗരത്തിലേക്ക് മടങ്ങിയപ്പോൾ, ഹി ടുക്ക് ദ കൺട്രി മൗസ് വിത്ത് ഹിം. വിത്ത് എന്ന് വെച്ചാൽ ആരെങ്കിലും കൂടെ കൊണ്ടുപോവുക. അവൻ കൊണ്ടുപോയി. ഗ്രാമത്തിലെ എലിയെ അവൻ്റെ കൂടെ കൊണ്ടുപോയി. ഹി ഷോഡ് ഹിം എ പാൻട്രി ഫിൽഡ് വിത്ത് ഫ്ലോർ. അവൻ്റെ മാവും ഫിൽഡ് വിത്ത് ഫ്ലോർ, ഓട്സ്, ഫിഗ്സ്, ഹണി ആൻഡ് ഡേറ്റ്സ്, ഈത്തപ്പഴവും തേനും അത്തിപ്പഴവും ഓട്സും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ ഭക്ഷണശാല അവന് കാണിച്ചു കൊടുത്തു. ദ കൺട്രി മൗസ് ഹാഡ് നെവർ സീൻ സോ മച്ച് ഫുഡ് ബിഫോർ. ഗ്രാമത്തിലെ എലി അതിനു മുമ്പ് അത്രത്തോളം ഭക്ഷണം ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് അമേസ്ഡ്, അവൻ അത്ഭുതപ്പെട്ടു. ആൻഡ് ഹാപ്പിലി, സന്തോഷത്തോടെ, സാറ്റ് ഡൗൺ, ഇരുന്നു. ടു എൻജോയ് ഓൾ ദ ഡെലീഷ്യസ് തിങ്സ് ഹിസ് ഫ്രണ്ട് ഓഫേർഡ്, അവൻ്റെ സുഹൃത്ത് നൽകിയ എല്ലാ രുചികരമായിട്ടുള്ള ഭക്ഷണവും ആസ്വദിക്കാൻ അവൻ ഇരുന്നു. ബട്ട് ബിഫോർ ദേ കുഡ് റിയലി സ്റ്റാർട്ട് ഈറ്റിംഗ്, പക്ഷെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ദ പാൻട്രി ഡോർ സഡൻലി ഓപ്പൺ, ആ ഭക്ഷണശാലയുടെ ഡോർ സഡൻലി ഓപ്പൺ, പെട്ടെന്ന് തുറന്നു. ആൻഡ് സംവൺ വാക്ക്ഡ് ഇൻ, ആരോ അകത്ത് കയറി. ദ ടു മൈസ് ക്വിക്ക്ലി റാൻ അവേ. മൗസ് നമ്മൾ പറഞ്ഞു ഒരു എലി, എന്നാൽ അതിൻ്റെ പ്ലൂരലാണ് മൈസ്. ശ്രദ്ധിക്കുക, മൗസിൻ്റെ പ്ലൂരലാണ് മൈസ്. ദ ടു മൈസ്, ആ രണ്ട് എലികളും, ക്വിക്ക്ലി, വളരെ പെട്ടെന്ന്, റാൻ അവേ, ഓടി രക്ഷപ്പെട്ടു. ഓടി അങ്ങ് പോവുക എന്നതിനാണ് റാൻ അവേ ഉപയോഗിക്കുക. ആൻഡ് ഹിഡ് എന്ന് വെച്ചാൽ ഹൈഡിൻ്റെ പാസ്റ്റാണ് ഹിഡ്. ഒളിച്ചു നിന്നു, മറഞ്ഞു നിന്നു. ഇൻ എ സ്മോൾ അൺകംഫർട്ടബിൾ ഹോൾ, ഒരു വലിയ കംഫർട്ടബിൾ അല്ലാത്ത ഒരു ദ്വാരത്തിൽ അവർ ഒളിച്ചു. ആഫ്റ്റർ സം ടൈം, അല്പസമയത്തിന് ശേഷം, വെൻ എവറിത്തിങ് ബിക്കേം ക്വൈറ്റ്, എല്ലാം ശാന്തമായപ്പോൾ, ദേ കെയർഫുള്ളി, അവർ വളരെ ശ്രദ്ധയോടെ, കെയിം ഔട്ട് ഓഫ് ഹൈഡിങ്, അവർ ഒളിച്ചു നിന്ന സ്ഥലത്തു നിന്ന് പുറത്തു വന്നു. ബട്ട് ദെൻ അനദർ പേഴ്സൺ എൻറ്റേർഡ് ദ പാൻട്രി ആൻഡ് വൺസ് അഗെയിൻ ദ മൈസ് റാൻ ബാക്ക്. പാൻട്രിയിലേക്ക് ഉടനെ തന്നെ വേറൊരാളും പ്രവേശിച്ചു. വൺസ് അഗെയിൻ, വീണ്ടും ദ മൈസ് റാൻ ബാക്ക്, എലികൾ തിരിച്ചോടി. ടു ദെയർ ഹൈഡിങ് പ്ലേസ്, അവരുടെ ഒളിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടി. ദ കൺട്രി മൗസ് ഹാഡ് ഇനഫ്, കൺട്രി മൗസിന് ഇത് മതിയായിരുന്നു. ഹാഡ് ഇനഫ് എന്ന് വെച്ചാൽ അത് മതിയായിരുന്നു. അതായത് ഈ ഒരു ഡേഞ്ചറും അതുപോലെ തന്നെ അൺകംഫർട്ടബിൾ അല്ലാത്ത
അതായത് പേടി നിറഞ്ഞ അത് മതിയായി. ഗുഡ് ബൈ. അവൻ ഗുഡ് ബൈ പറഞ്ഞു. ഈ സെഡ്, അവൻ പറഞ്ഞു, ഐ ആം ഗോയിങ് ഹോം. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഐ ക്യാൻ സീ ദാറ്റ് യു ലിവ് എ വെരി കംഫർട്ടബിൾ ആൻഡ് ലക്ഷറിയസ് ലൈഫ്. എനിക്ക് കാണുന്നു നീ ഇവിടെ നല്ല കംഫർട്ടബിളായിട്ടുള്ള ആഡംബരപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത് എനിക്ക് കാണുന്നു. ബട്ട് ഇറ്റ്സ് ഫുൾ ഓഫ് ഡേഞ്ചർ. പക്ഷേ ഇത് മുഴുവനും അപകടം നിറഞ്ഞതാണ്. ബാക്ക് ഹോം, വീട്ടിലേക്ക് പോവുകയാണ്. ഐ മേ ഇറ്റ് ഓൺലി സിമ്പിൾ ഫുഡ്. ഞാൻ ചിലപ്പോൾ ചെറിയ ലളിതമായ ഭക്ഷണം കഴിച്ചേക്കാം. ലൈക്ക് റൂട്ട്സ് ആൻഡ് ഗ്രെയിൻ, ധാന്യങ്ങളും വേരുകളും പോലെയുള്ള ലളിതമായ ഭക്ഷണം കഴിച്ചേക്കാം. ബട്ട് അറ്റ്ലീസ്റ്റ്, പക്ഷേ എന്നാൽ ഐ ക്യാൻ എൻജോയ് മൈ മീൽസ് ഇൻ പീസ്. പക്ഷേ ഞാൻ കഴിക്കുന്നത് എനിക്ക് സമാധാനത്തിൽ കഴിക്കാൻ അവിടെ നിന്ന് സാധിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു പാഠം കമൻറ്റ് ചെയ്യൂ.